ഒത്ത മരുഭൂമിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ റക് മാളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു ഹന്നയ്ക്ക് ബെസ്റ്റ് പ്ലേസ്. ബാർബി, ഷി വിൽ ക്രൈ ഫോർ ഇറ്റ്. സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് 3rd ഡേ ആണ്. ഡെസേർട്ട് സഫാരിയാണ് ഇന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. രാത്രി വരെയുള്ള പരിപാടിയാണ്. നമ്മൾ ദുബായിലാണ് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. സോ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ലൈക്ക് ദുബായ് ഈസ് അറൗണ്ട് 2 hours ജേർണി ഫ്രം ഹിയർ. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. കേരള ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഗണേഷ് രാജൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അല്ലാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോവാം. റക് മാളിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയിലേക്ക് റക് മാളിൽ വരാൻ പറ്റുമെന്ന് 2 തവണ പ്ലാൻ ചെയ്ത് അവസാനം പറ്റിയില്ല. ഇതായിപ്പോൾ ഗണേഷ് അച്ഛൻ്റെ കൂടെ നമ്മൾ റക് മാളിൽ വരികയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു ഹന്നയ്ക്ക് ബെസ്റ്റ് പ്ലേസ്. ബിക്കോസ് ഹന്നയ്ക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ബാർബി സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഷി വിൽ ക്രൈ ഫോർ ഇറ്റ്. ഇവിടെ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസാണ്. ഹലോ കിറ്റിയുടെയൊക്കെ. ക്രൈ. അവർക്ക് ഞാൻ ഇതിലെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് റിയലി. ബട്ട് 26.25 dirham ഫോർ പൗച്ച്, ബാർബി പൗച്ച്. ഇറ്റ്സ് സോ മച്ച്. എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ഇതെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അവൾ അത്രയും ക്രേസിയാണ് ഇതേപോലെയുള്ള ബാർബി ഐറ്റംസിൽ. ഇത് ഫുള്ളി കാർട്ടൂൺ ഐറ്റംസ്. ദി ഓൾ ഓഫ് ഫ്രോസൺ അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ ഡാം ക്യൂട്ട് എവറിത്തിങ്. സോ നമ്മൾ ലിൻറ്റിൻ്റെ സിൽവർ ഗോൾഡ് 2 അസോർട്ടുണ്ട്. അതിന് രണ്ടിനും 2 ഫ്ലേവേഴ്സാണ്. പിന്നെ എല്ലാവരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിൻറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ ലിൻറ്റിൻ്റെ കുറേ ചോക്ലേറ്റ്സ് ആയി. എനിക്ക് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഡെസേർട്ട് സഫാരിക്ക് പോകാനായിട്ട് 2 മണിക്കാണ് വണ്ടി വരുമെന്ന് പറഞ്ഞത്. സോ നമ്മൾ ഇവിടുന്ന് റക് മാളിൽ നിന്ന് ഇറങ്ങാണ്. സോ ഐ എം സോ ഹാപ്പി. 3 ദിവസം കൊണ്ടൊന്നും നടക്കില്ലെന്നാണ് വെച്ചത്. പക്ഷേ നമ്മൾ ക്യാരി ഫോറിൽ പോയി, കേരള ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റി. ഇച്ചുവിനൊരു ടീഷർട്ട് വാങ്ങാനാണെന്ന് ആഗ്രഹിച്ചായിരുന്നു, അത് വാങ്ങാൻ പറ്റി. നമ്മൾ നിന്ന
സ്പോട്ട് നല്ല സ്ഥലമായിരുന്നു. ബിക്കോസ് എല്ലാം ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ നിന്നത്. റോയൽ വ്യൂ ഹോട്ടലിലാണ്. ആൻഡ് റൂമൊക്കെ ആണെങ്കിലും റൂം സർവീസ് ആണെങ്കിലും എല്ലാം നല്ല പക്കയാണ്. സോ ഇന്ന് നമ്മളിനി 2 മണിക്ക് ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി പോകും. സോ നമ്മളിപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ദുബായിലേക്കാണ് പോകുന്നത്. ദുബായിലാണ് ഡെസേർട്ട് സഫാരി നടക്കുന്നത്. സോ ഇവിടുന്ന് ഒരു 1.5 hour റൈഡ് ഉണ്ട്. അതാണ് ജബർജി. ഇത് ആക്ച്വലി ഇവിടുത്തെ വലിയൊരു മലനിരയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടി പോകാം. ആൻഡ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇവിടെ പോകാനായിട്ട് പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല. നമുക്കിവിടെ പോകാം, ചില്ല് ചെയ്യാം. ആൾക്കാർ ഇതിൻ്റെ ഒരു പരിധി വരെ മേളിലൊക്കെ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് പോകാനുള്ള ഒരു ടൈം കിട്ടിയില്ല. എൻ്റെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എനിക്കിത് അറിയാവുന്നത്. നമ്മളിവിടെ സഫാരിയുടെ ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ സഫാരിയിൽ വണ്ടിയിൽ കയറിയിരുന്നു. مش عارف ابص في الساعة. عقلي اتخدر مش مزنهر حاسس بحر انا مضطر اني اشمر رجلي بتزك زك جسمي بيفك فك مرة واحدة قلبي عمال بيبام بام. انا مش لاقي تليفوني يا جماعه بيرن هناك ما تجيبوهولي يا جماعه سلاحف النينجا طلبوني يا جماعه. ولاعه حد يجيب الولاعه ولاعه ما حد يجيب الولاعه يا جماعه حد يوطي السماعه مش عارف. Okay picture, okay photo. Oh my god, that's amazing. സോ നമ്മളിവിടെ ഒത്തുമരുഭൂമിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഒത്തുമരുഭൂമി
ഇറ്റ്സ് ഫുൾ ഓഫ് ഡെസേർട്ട്. അമേസിങ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചത് ഭയങ്കര സംഭവമായിരിക്കും, എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. പക്ഷെ അവർ എടുത്ത് കുത്തി ചാടിച്ച് എത്രത്തോളം ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ റിയലി വിഷ് ഇതിങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇരുന്നേ പറ്റത്തുള്ളൂ. ഷീ ഹാസ് സിക്നസ്, ലൈക്ക് ട്രാവലിംഗ് സിക്നസ്. സോ ഈ ഒരു ഡെസേർട്ട് സഫാരിയിൽ ട്രാവലിംഗ് സിക്നസ് ഉള്ളവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ എനിക്ക് പറ്റില്ല. അതേ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. എന്താണ് എനിക്ക് തോന്നുന്നത്? പറയും മുഖത്തൊക്കെ അതൊക്കെ മാറ്റാം. പറ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലവ്ഡ് ഇറ്റ് ഓർ നോട്ട്? വെരി ലവ്ഡ് ഇറ്റ്. അമ്മ ദേ കിളിപോയ അവസ്ഥയിലാണെന്ന് തോന്നുന്നത്. വണ്ടി മറിക്കില്ല എന്നുള്ളത് ഞാൻ മറിക്കും, ഇങ്ങനെ സമ്മർദ്ദമുണ്ടടിക്കും വണ്ടി. അതുപോലെ നോക്കാം. ഐ റിയലി ഹോപ്പ് അത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. $20 dirhams. Oh. 20 ഉണ്ടാവും നമ്മുടെ അടുത്ത്. 10 dirham. 10. No, it's so much too much. അവിടെ ഒരു പരുന്തിനെ കൊണ്ടുവന്നു ആൻഡ് ഫോട്ടോ എടുക്കണമെങ്കിൽ 20 drums ആവുമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് ഭയങ്കര കൂടുതലാണ്. അത് പിന്നെ 10 drum ആക്കാമെന്ന് പറഞ്ഞു. 5 drums 10 drums ഒക്കെ ആണെങ്കിലും കൂടുതലാണ്. വല്ല 2 drum ആണെങ്കിൽ പിന്നെയും കൊടുക്കാം. ദാറ്റ് മീൻസ് 2 drums എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 48 രൂപയോളം വരും. ദാറ്റ് ഈസ് സംവാട്ട് ഓക്കെ റൈറ്റ്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. It was really nice. ഇവർ നേരത്തെ വന്നിട്ടുള്ളവരാണ് ആൻഡ് ഇവർ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ കൊള്ളാവുന്നത്. വലിയ ഡാൻസൊക്കെ പൊട്ടി സാധനങ്ങളാണെന്ന് ഞാനിതിൽ കണ്ടിട്ടില്ലാത്തോട്ട് അറിയില്ല. ഇവരുടെയൊക്കെ വലിയ ഡാൻസ് പക്ഷേ സഫാരി സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ ചെയ്യണം. കണ്ണിലേക്കൊക്കെ മണ്ണ് വീഴുന്നുണ്ട്, ഭയങ്കര കാറ്റാണ്. ഇതിനെ കൂടിയാണ് ഈ ഓടിച്ച് നമ്മളെ വട്ടം കറക്കുന്നത്. സി ഐ ജസ്റ്റ് വാണ്ട് ടു റൈഡ് ദാറ്റ് വൺ. അത് സൂപ്പറായിരിക്കും. സഫാരി കഴിഞ്ഞു. എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി 25 ആയി. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാറ്ററി നിൽക്കുന്നതേ ഇല്ല. പക്ഷേ ഞാൻ പോർട്ടബിൾ ചാർജറും കൂടെ എടുത്തിരുന്നെങ്കിൽ അത് എൻ്റെ തലമണ്ടേ വന്ന് വീണേനെ. അമ്മാതിരിയായിരുന്നു. എനിക്കറിയത്തില്ല എനിക്കിത് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. ഐ ജസ്റ്റ് ഹോപ്പ് എനിക്ക് നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ബിക്കോസ് ദിസ് വാസ് വർത്ത് ടു ട്രൈ. ഐ ലവ്ഡ് ഇറ്റ്. സോ ഞാൻ കാണിച്ചത് മര്യാദയ്ക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് റൈഡിങ്. നമ്മുടെ പ്രോഗ്രാം, അതായത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ പാക്കേജിലുള്ള പ്രോഗ്രാം ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് 6:30 ആകുമ്പോഴേ തുടങ്ങുള്ളൂ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്.
സഫാരി മിനി മാർട്ടിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇത് വെയിറ്റിംഗ് ഷെഡ് പോലെയാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. AC ഉണ്ട്. സഫാരിയുടെ ബാക്കിയുള്ള പരിപാടികൾ കാണാനുള്ള ടൈമായി. ഇനിയും ഡെസേർട്ട് സഫാരിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അതും ഡെസേർട്ടിൽ കൂടിയാണോ പോകുന്നതെന്ന് അറിയത്തില്ല. ബട്ട് ഞാനും ഇതിനകത്ത് ന്യൂ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മേ ഞാൻ ഈ ചാറ് തള്ളിയതാണ്. സോ നമ്മള് പോവാണ്. ഇവിടെ നമ്മുടെ ക്യാമ്പിലേക്ക് പോവാണ്. സഫാരിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്യാമ്പിലാണ് നടക്കുന്നത്. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര നേരം നമ്മൾ നേരത്തെ ചെല്ലുമെന്ന് അറിയില്ല. സോ നമ്മൾ ഈ ഡെസേർട്ടിലാണ് പോയി കുതിച്ചു മറിഞ്ഞത്. സോ നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് നടക്കണം. ഇവിടെ ഭയങ്കര പൊടിയാണ്. അമ്മ ഭയങ്കര പ്രിപ്പയർഡായിട്ട് മാസ്കൊക്കെ എടുത്ത് വന്നു. എൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് റൂമിൽ വെച്ച്. നല്ല ബുദ്ധിയല്ലേ. എനിവേ അമ്മ ക്യാപ്പ് വന്നുകൊണ്ട് അതെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ തലേ മൊത്തം മണ്ണായിട്ട് തിരിച്ചു ചെല്ലുന്നതിനെ. ഈ ഡെസേർട്ട് സഫാരിക്ക് വരുമ്പം ഒരു മാസ്ക് കൊണ്ടുവരിക മസ്റ്റായിട്ട്. ഈ പൊടിയെല്ലാം അല്ലെങ്കിൽ മുങ്ങിക്കയറും. ബുദ്ധിമതിയായ അമ്മ. ഈ മണ്ണിൽ കൂടെ നടക്കാൻ നല്ല പാടാട്ടോ. ഈ ഫോൺ കൂളിംഗ് എന്നുള്ളത് ഞാൻ നടക്കുമ്പോൾ ഉള്ള സ്റ്റഡിനെസ് ഇല്ലായ്മയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ മണ്ണിൽ കൂടി നടക്കാനായിട്ട് നല്ല ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഇനി ഒരു വണ്ടിയിൽ കയറിയിട്ട് വേണം ക്യാമ്പിലേക്ക് പോകാൻ. സോ ആ വണ്ടിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഈ വന്നിട്ടിരിക്കുന്ന കാറുകളൊക്കെ ക്യാമ്പിൽ പോകാൻ വേണ്ടി ഉള്ളവരുടെയാണ്. 200 ക്യാമ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ഇമാജിൻ ഇതെത്ര പോപ്പുലറാണ് ആൻഡ് ഇതെത്ര വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്നുള്ളത്. ഇതൊരു കുട്ടി ഡെസേർട്ട് സഫാരി പോലെ തന്നെയാണ്. നല്ല രസമാണ്. അതാണ് ആ ദൂരം കാണുന്നതാണ് ക്യാമ്പ്. ഓ മൈ ഗോഡ്. നമ്മൾ ഷോർട്ട് റൈഡിന് വേണ്ടിയാണ് പോകുന്നത്. ലോങ് റൈഡിന് നമ്മൾ 20 dirhams per person ആണ് കൊടുക്കേണ്ടത്. സോ ഇതേപോലെ നമ്മൾ ഇത്രയില്ല, ഇത് ലോങ് റൈഡാണ്. നീ ഫ്രണ്ടിൽ ഇരുന്നത് നന്നായി കുഞ്ഞേ. അവിടുന്ന് പൊങ്ങിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. എനിക്കൊരു ഹെൽപ്പ് വേണം.
അയ്യോ ഏട്ടാ ഇവനെ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അമ്മേ ഓ ഔച്ച്. അമ്മേ നല്ല വേദന അമ്മ, ഇവിടെ വേദനിക്കും അമ്മേ. സോ നമ്മളിപ്പോൾ ബെല്ലി ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ക്യാമ്പിനുള്ളിലേക്ക് കയറി. എല്ലാം ക്യാമ്പ് തന്നെയാണ്, പക്ഷെ ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പെയ്ഡ് സാധനങ്ങളാണ് കഴിക്കാനൊക്കെ വെച്ചിരിക്കുന്നതും തലയിൽ കെട്ടാനൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല പൈസയാണ് എല്ലാത്തിനും. ഓ ഇതാണ് ഫുഡ്. ഇതെന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ചിക്കനാണെന്ന് വിചാരിക്കുന്നു. പാസ്ത പോലെ എന്തൊക്കെയുണ്ട്. പിന്നെ കുബൂസുണ്ട്, റൈസുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും വിശപ്പില്ല, പക്ഷെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ആൾക്കാർ ഈ ഒരു ഡെസേർട്ട് സഫാരി ആൻഡ് ക്യാമ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. ഫുഡെല്ലാം ഫ്രീ ആണ്, ബിവറേജ് ഫ്രീ ആണ്. ഐസ്ക്രീമിന് മാത്രമേ എന്തോ പെയ്ഡ് ആയിട്ടുള്ളൂ.
നമ്മളിവിടുന്ന് എൻഡ് ചെയ്യാണ്, തിരിച്ചു പോവാണ്. ഗുഡാണ് ദുബായ് സഫാരി. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവായിരിക്കും, ദയവായി ക്ഷമിക്കുക. 800 dirhams ആണ് നമ്മൾ 7 പേർക്കും കൂടി ഇവർ വാങ്ങിയത്. നമ്മുടെ വണ്ടി മിസ്സായി, നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവരെ വിളിച്ചിപ്പോൾ നമ്മൾ സംസാരിച്ച് കിട്ടി. എനിക്ക് ജലദോഷമായത് കാരണം കൊണ്ട് എനിക്കിന്ന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് എനിക്കിന്ന് വിൻഡോ സീറ്റ് അല്ല കിട്ടിയിരിക്കുന്നത്, അഡ്ജസ്റ്റൻറ്റ് സീറ്റാണ്. ഇത്രത്തോളം നന്നായിട്ട് ടേക്ക് ഓഫ് ലാൻഡിങ്ങൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. തിരിച്ച് ജലദോഷവും മഞ്ഞയൊക്കെയായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. റാസൽ ഗൈമിൽ നിന്ന് കിട്ടിയ സ്വത്താണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇന്നലെ സഫാരി കഴിഞ്ഞ് വന്ന് ചത്തുകുട്ടി, അപ്പം മുതലേ ജലദോഷം പനിയെല്ലാം ഉണ്ടായിരുന്നു, വയ്യായിരുന്നു. അതുകൊണ്ട് ഔട്ട്രോ ഒന്നും എടുത്തില്ല. സോ ഇന്ന് ഡേ 4 ആണ്, ഇന്ന് തിരിച്ച് പോവാണ്. അപ്പം നമ്മളിപ്പോൾ റാസൽ ഗൈം എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഗേറ്റ് 2 ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ എനിക്ക് അഡ്ജസ്റ്റൻറ്റ് സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. സോ അഡ്ജസ്റ്റൻറ്റ് സീറ്റ് സ്വാപ്പ് ചെയ്യാതെ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു. ലക്കിലി എനിക്ക് വിൻഡോ സീറ്റ് തന്നെ ഇപ്പുറം കിട്ടി. അപ്പം അവിടെ അമ്മ അവിടെ